Hello, good morning from Pattaya. This is our day 2 in Thailand. In the Fulham Pattaya exploration, today we are mainly going to, I think, three places. First one is the Sanctuary of Truth. Second is the floating market. And in the evening, maybe we'll roam around the city. And there is a show called Alk Bazaar Show. I don't know even the pronunciation is right or not. അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. First stop is Sanctuary of Truth, and let's meet. Okay, അപ്പോൾ ഇന്ന് എന്താണ് വാട്ട് ഈസ് ദ മോസ്റ്റ് തിങ് യു ലൈക്ക് ആൻഡ് ഡിസ്ലൈക്ക് അബൌട്ട് പട്ടായ? ഇന്നലെ വന്നതിൽ വി വെൻറ്റ് അറൗണ്ട് രാത്രിയൊക്കെ ചുമ്മാ മാർക്കറ്റ് എല്ലാം பார்த்துட்டு what you liked about പട്ടായ എന്ന് പറ ഫസ്റ്റ്. Happening place, good vibes. Okay, what did you not like about പട്ടായ? Too commercialized and expensive. Expensive അല്ലേ? എല്ലാം എക്സ്പെൻസീവ് അല്ലേ? Shadows play, the wind hums songs at the break of day, whispering pines, secrets untold, അപ്പോൾ we have reached the Sanctuary of Truth. Tickets എടുത്തു, entrance എന്ന്. ഇനി I think there is a long walk ahead, and yeah, I'll show you what we are seeing from here. That's Stupa. There we have to go. I'll show you how beautiful it is. ആ ബാക്കിൽ കാണുന്നത് is the Sanctuary of Truth, and this is the viewpoint. We'll go to there. ഇവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. So beautiful. They gave us helmet like this because അകത്ത് വുഡൻ ടെമ്പിൾ ആണല്ലോ. അപ്പോൾ വുഡ് എന്തെങ്കിലും പൊടിഞ്ഞ് വീഴുവാണെങ്കിൽ അതിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഹെൽമെറ്റ് ലാസ്റ്റ് വരെ നമ്മൾ വെയർ ചെയ്യണം. അകത്തേക്ക് കയറുമ്പം ഒരുപാട് പേര് ഇപ്പോഴും വർക്ക് ചെയ്യുന്നതായിട്ട് കാണാം. അതായത് ഈ വുഡൻ സാങ്ച്വറി ഓഫ് ട്രൂത്ത് സ്റ്റിൽ ഇൻ കൺസ്ട്രക്ഷൻ. ഇതെപ്പോഴും ഇങ്ങനെ തന്നെ ആയിരിക്കും. അവർ ബുദ്ധിസത്തിൽ ബിലീവ് ചെയ്യുന്നതാണ്. അതായത് ഇത് കൺസ്ട്രക്റ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം, ദിസ് നെവർ സ്റ്റോപ്സ്. അപ്പോൾ ഒരുപാട് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ ഒരുപാട് വിമൻ വർക്കേഴ്സ് ഇഷ്ടം പോലെ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരിങ്ങനെ പണിയെടുത്തുകൊണ്ടിരിക്കും. ഈ പുള്ളിക്കാരനായിരുന്നു ഞങ്ങളുടെ ഗൈഡ്. പുള്ളി അവസാനം വരെ നിന്ന് ഫുൾ എല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് തന്നു. ആൻഡ് ഇവിടുത്തെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് എന്ന് വെച്ചാൽ ഇവിടെ നെയിൽസ് യൂസ് ചെയ്തിട്ടില്ല കൺസ്ട്രക്ഷന്. അതായത് ഒരു പ്രത്യേകതരം കൺസ്ട്രക്ഷൻ ഉണ്ടല്ലോ, ലോക്ക് സിസ്റ്റം. ഒരു ലോക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ അടുത്ത പാർട്ട് ഘടിപ്പിക്കുക, അങ്ങനെയാണ് ചെയ്തേക്കുന്നത്. ഒരു നെയിൽ പോലും ഈ ഫുൾ സ്ട്രക്ചറിന് യൂസ് ചെയ്തിട്ടില്ല. ഈ കാണുന്നത് ബ്രഹ്മയാണ്, ലോർഡ് ബ്രഹ്മ. ബ്രഹ്മയുടെ 4 തല, അതാണ് അവർ ഡെപ്പിക്റ്റ് ചെയ്തേക്കുന്നത്.
അകത്ത് കയറുമ്പോഴും ഇതേപോലെ തന്നെയാണ്, ഭയങ്കര ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വർക്കാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ വാൾസിലും ഭയങ്കര സർപ്രൈസിങ് ആണ് ഇത്ര ഡീറ്റെയിലിംഗ് ആയിട്ട് ഇവരെങ്ങനെ ചെയ്തു എന്നുള്ളത്. ഒരുപാട് നൂക്ക് ആൻഡ് കോർണേഴ്സ് ഉണ്ട്, ആൻഡ് എല്ലാ നൂക്ക് ആൻഡ് കോർണേഴ്സിലും യു ക്യാൻ ഫൈൻഡ് ആർട്ട് ഫോംസ് ലൈക്ക് ദീസ്. ഒരൊറ്റ കോർണർ പോലും ബ്ലാങ്ക് ആയിട്ടില്ല. ആൻഡ് ഇവിടെ നിന്ന് നമുക്ക് സീ കാണാൻ പറ്റും. ഗോഡ്സ് മാത്രമല്ല കേട്ടോ, ഇത് ഇവിടുത്തെ ഒരു പ്രോമിനൻറ്റ് ഫിഗറാണ്. നമ്മുടെ നാട്ടിലെ അംബേദ്കറിനെ പോലെ ഇവിടെ റെവല്യൂഷൻ കൊണ്ടുവന്ന ഒരു ഫേമസ് പേഴ്സണാലിറ്റിയാണ്. ഈ പുള്ളിക്കാരൻ്റെ സ്റ്റാച്ചു ഓൾസോ ഇവിടെ ചെയ്തു വച്ചിട്ടുണ്ട്. ഇതാണ് ഞാൻ പറഞ്ഞ ഇഷ്ടം പോലെ വിമൻ വർക്കേഴ്സിനെ കാണാൻ പറ്റും എന്നുള്ളത്. തായ്ലൻഡിൻ്റെ ഫുൾ ഹിസ്റ്ററി അവർ ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. നോട്ട് ഓൺലി മിത്തോളജി ഓർ ഗോഡ്സ് ബട്ട് ഓൾസോ ദ പ്രോമിനൻറ്റ് ഫിഗേഴ്സ് ഹു കോൺട്രിബ്യൂട്ടഡ് ടു ദ റെവല്യൂഷൻ. ഹായ് എവ്രി വൺ, ഇപ്പോൾ നമ്മൾ സാങ്ച്വറി ഓഫ് ട്രൂത്തിലാണ് ഉള്ളത്. ആൻഡ് യു നോ വൈ ഐ എം വെയറിങ് ദിസ് ഷോൾ. സോ ഇവിടെ ദിസ് ഇസ് നോട്ട് എ ടെമ്പിൾ, ദിസ് ഇസ് ജസ്റ്റ് എ മ്യൂസിയം. പക്ഷേ ഇവിടെ ഡ്രസ് കോഡുണ്ട്. സ്ലീവ്ലെസ് ഇടരുത്, ഷോൾഡേഴ്സ് കവർ ചെയ്യണം എന്നുള്ള റൂളാണ്. സോ ഐ ന്യൂ ദിസ് ബിഫോർ. അപ്പം ഈ ഷോള് ഞാൻ നേരത്തെ എടുത്തിരുന്നു. ബട്ട് ഇഫ് യു ഡോണ്ട് ക്യാരി എ ഷോൾ ഓർ സംതിങ് യു ക്യാൻ റെൻറ്റ് ഇറ്റ്. ഇറ്റ് ഈസ് അവൈലബിൾ ഇൻ ദ എൻട്രൻസ് കൗണ്ടർ. സോ ഭയങ്കര ടയറിങ് സെഷൻ ആയിരുന്നു. ഒരു ഗൈഡ് ഉണ്ട് ഇവിടെ. ഞങ്ങൾ വന്ന ശേഷം ആ ഗൈഡാണ് ഞങ്ങളെ ഫുൾ ഇൻസ്ട്രക്ട് ചെയ്ത് ഈ ടെമ്പിളിന്റെ ഹിസ്റ്ററിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നത്. ഐ എം സോറി, ദിസ് ഇസ് നോട്ട് എ ടെമ്പിൾ, ദിസ് എ മ്യൂസിയം. സോ വാട്ട് ഇസ് സ്പെഷ്യൽ അബൌട്ട് ദിസ് മ്യൂസിയം ഇസ് ദാറ്റ് ദിസ് ഇസ് ഇൻസ്പയർഡ് ഫ്രം എ ലോട്ട് ഓഫ് അതർ ഐഡിയാസ്. അതായത് ഇത് ഹിസ്റ്ററിയിലെ പല പല കൾച്ചറിൽ നിന്നുള്ള ഹിന്ദു കൾച്ചർ, ബുദ്ധിസം, എവറിത്തിങ് ഇസ് ബ്ലെൻഡഡ് ആൻഡ് ഓരോ സ്കൾപ്ചേഴ്സും ടെൽ ഓരോ സ്റ്റോറീസ് വിച്ച് വാസ് വെരി ഇൻട്രസ്റ്റിംഗ്. പക്ഷെ ഒരു ടയറിങ് കുറേ നേരം നടന്ന് ക്ഷീണിച്ച് ഞാനിവിടെ വന്നിരിക്കുകയാണ്. ഇറ്റ്സ് എ ഗുഡ് തിങ് ഈവൻ ഇഫ് യു ആർ നോട്ട് ഗോട്ട് സോ ടയർഡ് ആഫ്റ്റർ ദ ലോങ് ടൂർ. തായ്ലൻഡിൽ വന്ന് മാംഗോ സ്മൂത്തി കുടിക്കാതെ എങ്ങനെ അല്ലേ. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പട്ടായ ഫ്ലോട്ടിംഗ് മാർക്കറ്റിലേക്കാണ്. The shadows play, the wind hums songs at the break of day. Pattaya floating market. This is our second stop for the day. നട്ടുച്ച വെയിലത്താണ് നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റിൽ വന്നേക്കുന്നത്. അതുകൊണ്ട് എനിക്കറിയത്തില്ല എത്രത്തോളം എഫക്റ്റീവ് ആയിരിക്കും എന്നുള്ളത്. ബട്ട് സ്റ്റിൽ എനിവേസ്, എന്താണ്, ലെറ്റ്സ് സീ വാട്ട് ഫ്ലോട്ടിംഗ് മാർക്കറ്റ് ഹാസ് ടു ഓഫർ ടു അസ്. കൊടയും വടിയും സൺസ്ക്രീൻ, വി ആർ പാക്ഡ് വിത്ത് എവറിഥിങ്. ലഞ്ച് ഓൾസോ ഇസ് ഫ്രം ദ ഫ്ലോട്ടിംഗ് മാർക്കറ്റ്. ഐ ഹവ് ഹേർഡ് പീപ്പിൾ സേ എ ലോട്ട് ഓഫ് ഗുഡ് തിങ്സ് അബൌട്ട് ദിസ്. അപ്പൊ എന്താണെന്നുള്ളത് നമുക്ക് കാണാം. വെയിറ്റ് ആൻഡ് വാച്ച്. ഹലോ, മൈക്ക് ടെസ്റ്റിംഗ് 1 2 3. എന്താ പറയണം? We are in the floating market, you know. ஸோ போய் என்ஜாய் பண்ண போகிறோம். அடிக்கிற வெயிலில் காற்று சூப்பராக அடிக்குது. அடிக்கிற வெயிலில் தாய்லாந்து சூடாக தான் இருக்கு. So what do you have to So നട്ടുച്ച വെയിലത്ത് ഫ്ലോട്ടിംഗ് മാർക്കറ്റിന് വന്നതിനെ പറ്റി എന്താണ് പറയാനുള്ളത്? ഭയങ്കര സുഖമാണോ ഇവിടെ? ആക്ച്വലി നമ്മളിപ്പോ ഓഗസ്റ്റിലാണ് വന്നത്. ഓഗസ്റ്റ് ഇസ് എ ലിറ്റിൽ ബിറ്റ് ഓഫ് സീസൺ ഫോർ തായ്ലൻഡ്. പക്ഷേ നെവർദലെസ് ഇവിടെ ഇപ്പോഴും ടൂറിസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഐ കാൺട്ട് ഇമാജിൻ ഹൗ ഇറ്റ് വിൽ ബി ഇൻ ഡിസംബർ ആൻഡ് സ്റ്റഫ്. ചൂടുണ്ട്, കാറ്റ് കുഴപ്പമില്ല അല്ലേ, കുറച്ച് വിൻഡിയാണ്. പിന്നെ ഐ എം ഫ്രം ട്രിവാൻഡ്രം ആൻഡ് യു ആർ ഫ്രം നെതർലാൻഡ്സ്, ചെന്നൈ.
സോ ചെന്നൈ ആൻഡ് ട്രിവാൻഡ്രം പിന്നെ സൂപ്പർ ഹ്യൂമിഡിറ്റി ഒട്ടും കുറവില്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. വി ക്യാൻ അഡ്ജസ്റ്റ് ടു തായ്ലൻഡ് വെദർ, സോ ഇറ്റ്സ് ഫൈൻ. Under the boughs where the shadows play, the wind hums songs at ബേസിക്കലി കുറെ ഈ റിവറിന്റെ സൈഡിൽ അലോങ് യു ക്യാൻ സീ എ ലോട്ട് ഓഫ് ഷോപ്സ് ആസ് വെൽ ആസ് ഹൗസസ്. ആൻഡ് ഇതെല്ലാം ഒരു ബാർഗെയിനിങ് സിസ്റ്റത്തിൽ പണ്ട് തൊട്ടേ തുടങ്ങിയ ട്രേഡ് ഇസ് സ്റ്റിൽ കണ്ടിന്യൂയിങ്. ഇറ്റ്സ് ലൈക്ക് യു നോ ദാറ്റ് വൺ പേഴ്സൺ എവിടെയെങ്കിലും പോയാൽ നമ്മുടെ നാട്ടിലെ ഓരോരോ സ്ഥലങ്ങൾ വെച്ച് കമ്പയർ ചെയ്യും. സോ ഐ തിങ്ക് ദാറ്റ് ഇസ് മീ. വെൻ ഐ വാസ് ലൈക്ക് ഇത് കണ്ടപ്പോൾ നമ്മുടെ ആലപ്പുഴ, നമ്മുടെ മുണ്ട്രോ, സോ അതുപോലത്തെ ഒരു സെറ്റപ്പാണ്. ബാക്കി എന്താണെന്നുള്ളത് പിന്നെ കാണിച്ചു. secrets untold. Under the boughs where the shadows play, the wind hums songs at the break of day. Whispering ചേട്ടൻ ബോട്ടിൽ കയറ്റിയപ്പോൾ നമ്മൾ വെച്ച് കുറേ നേരത്തെ റൈഡ് ഉണ്ടല്ലോ. പക്ഷേ ഈ സെയിം ഓ ഇതിൻ്റെ അടിയിൽ കൂടെ ഐ തോട്ട് ഇറ്റ്സ് ഓവർ. നോ, ഇറ്റ്സ് നോട്ട് ഓവർ. ഇതുപോലെ ഒരുപാട് ഷോപ്സ് നമുക്കിവിടെ കാണാൻ പറ്റും. പുള്ളി ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യും. ഫസ്റ്റ് ഒരു ബോട്ട് റൈഡ് നമ്മൾ ഫുള്ളായിട്ട് എടുത്ത ശേഷം ഇപ്പോൾ ഒരു സ്ഥലത്ത് സ്റ്റോപ്പ് ചെയ്യും. ദെയർ വി ക്യാൻ ഗെറ്റ് ഡൗൺ. എന്നിട്ട് നമുക്ക് സ്വന്തമായിട്ട് എക്സ്പ്ലോർ ചെയ്യാം അവിടെയൊക്കെ. The shadows play, the wind hums songs at the break of day. Whispering pines, secrets untold, carrying tales only the forest holds. Moonlight spills the velvet dark, patterns leaving its mark. The roots stretch deep, the earth's gentle sigh, a lullaby sung to the open sky. Oh, whispering pines, sing me your tune, caught in the rhythm of the stars and the moon. Teach me the language. Even though it is afternoon, ഭയങ്കര കാമിങ് സൂതിങ് റൈഡ്. ഒരുപാട് ഷോപ്സ് ഉണ്ട് ഇവിടെ, ബട്ട് സം ഓഫ് ദം ആർ നോട്ട് ഓപ്പൺ. അപ്പോൾ ഐ തിങ്ക് ഈവൻ ദോ ഇൻ ദ ആഫ്റ്റർനൂൺ you should not miss this place. It's very beautiful and calm. ഹായ്. നമ്മൾ വിചാരിച്ച പോലെയല്ല ആക്ച്വലി ബോട്ടിൽ ഇങ്ങനെ ഷെയ്ഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ ഉച്ചയ്ക്കായാലും ഇറ്റ് ഈസ് ആക്ച്വലി മോർ ബ്യൂട്ടിഫുൾ ദാൻ ഐ എക്സ്പെക്റ്റഡ്. ദ റൈഡ് ഈസ് വെരി കാം. ഐ തിങ്ക് പീപ്പിൾ ആർ ഓൾസോ വെരി ലെസ് ഹിയർ, വിച്ച് ഈസ് ഗുഡ്. കാരണം അധികം ബഹളങ്ങളോ ഒന്നുമില്ല. വെരി സൂതിങ് റൈഡ്, വെരി ബ്യൂട്ടിഫുൾ. യു ക്യാൻ സീ ഓൾ ദോസ് ഷോപ്സ് ദെയർ. ഇറ്റ്സ് വെരി കാം. അപ്പോൾ നമ്മൾ ഫ്ലോട്ടിംഗ് മാർക്കറ്റ് വി ഹാവ് റീച്ച്ഡ്. ഇപ്പോൾ നമ്മൾ ലഞ്ച് കഴിക്കാൻ പോവാണ്. ബട്ട് അതിന് മുന്നേ വി ഡിഡ് ദ മോസ്റ്റ് ടൂറിസ്ട്രി തിങ് എവർ. ചേച്ചി 100 ബാത്തിന് ഫോട്ടോ എടുത്ത് വിറ്റു. കൂടുതലൊന്നും പറഞ്ഞില്ല, നമ്മളത് മേടിച്ചു. സോ യാ, ലെറ്റ്സ് ഹെഡ് ഔട്ട്, ലഞ്ച് കഴിക്കാം. ബാ. The shadows play, the wind hums songs
ലഞ്ചിന് നമ്മളിവിടെ ഒരു കടയിൽ നിന്ന് സൂപ്പാണ് കഴിച്ചത്. ഭയങ്കര ടേസ്റ്റി ആയിരുന്നു. നല്ല വിശപ്പും കൂടെ ഉള്ളതുകൊണ്ട്. ഈ കാണുന്ന കടയിൽ ക്രോക്കഡൈൽ ഗ്രില്ലാണ് കിട്ടുന്നത്. ക്രോക്കഡൈലിനെയാണ് ഗ്രില്ല് ചെയ്തിങ്ങനെ വെച്ചേക്കുന്നത്. ഇതേപോലെ ഒരുപാട് ഷോപ്സ് ഇവിടെ ഉണ്ട്. നെക്സ്റ്റ് ഞങ്ങൾ പോയത് ഈ ചേച്ചിയുടെ കടയിലേക്കാണ്. ഇവിടെ ക്രോക്കഡൈലൊന്നുമല്ല, കുറേ ഇൻസെക്ട്സ്, നമ്മുടെ പാറ്റ, പല്ലി, പഴുതാര പോലുള്ള കുറേ ഇൻസെക്ട്സിനെ ഫ്രൈ ചെയ്ത് വെച്ചേക്കുന്നു. ജിം ഫ്രീക്സ് പറയുന്നത് ഇതൊക്കെ കഴിച്ചാൽ ഭയങ്കര പ്രോട്ടീനാണെന്നാണ്. പക്ഷേ എനിക്കത് ട്രൈ ചെയ്യാനുള്ള ധൈര്യം ഉണ്ടായില്ല. സോ ഒന്നും ട്രൈ ചെയ്തില്ല. ജസ്റ്റ് വെറുതെ ഷൂട്ട് ചെയ്തിട്ട് വന്നു. ചേച്ചി ഡിസപ്പോയിൻറ്റഡായി ഒന്നും വാങ്ങാത്തതുകൊണ്ട്. ഇതൊരു സുവനിയർ ഷോപ്പാണ്. അവിടുത്തെ നിറയെ കളക്ഷൻസ് ഇവിടെ ഉണ്ട്. എല്ലാം കണ്ടാൽ വാങ്ങിക്കാൻ തോന്നും. വെറൈറ്റി ഓഫ് ആന. തായ്ലൻഡിൽ ഫേമസ് ആനയാണല്ലോ. ഓരോ ഡിഫറെൻറ്റ് ടൈപ്പിലുള്ള എലിഫൻറ്റ് സ്റ്റാച്യൂസും ഇതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ വൈറ്റ് എലിഫൻറ്റ് ഞങ്ങൾ ഒരെണ്ണം മേടിച്ചു. After having lunch and exploring a little bit, we are out of here. Next stop is mostly Tiger Park. പക്ഷെ അവിടെ I think we have to pay extra cash to take photos with the tiger. We are not sure about it, but let's see. We're gonna try coconut ice cream. അറിയത്തില്ല. Let's see. ബേസിക്കലി നമ്മുടെ കരിക്ക് വെള്ളം, അതിൽ കോക്കനട്ടോട് ഫ്ലേവർ ഉള്ള ഒരു ഐസ്ക്രീം കൂടെ. നെക്സ്റ്റ് ഞങ്ങൾ ടൈഗർ പാർക്കിലേക്ക് എത്തി. എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു, ടൈഗേഴ്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കണോ വേണ്ടയോ എന്നുള്ള ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എക്സ്ട്രാ ക്യാഷ് ഇവിടെ പേ ചെയ്യണം. എൻട്രൻസിന് സെപ്പറേറ്റ് ടിക്കറ്റ്, ടൈഗേഴ്സിൻ്റെ കൂടെ ഫോട്ടോ എടുക്കാൻ സെപ്പറേറ്റ് ടിക്കറ്റ്. അങ്ങനെയാണ് ഇവിടുത്തെ റേറ്റ്സ് വരുന്നത്. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടൈഗേഴ്സിന് ഡിഫറെൻറ്റ് റേറ്റ്സ് ആണ്. ആ സമയത്ത് പെട്ടെന്ന് ഉറങ്ങിക്കൊണ്ടിരുന്നൊരു ടൈഗർ എണീറ്റ് ഇങ്ങനെ മൂവ് ചെയ്ത് കണ്ടു. ഇത് കണ്ടപ്പോൾ കുറച്ച് സ്കെയറി ആയിട്ട് തോന്നി. എപ്പോഴും ഇത് ചെയ്യുന്നതല്ല. പിന്നെ ഇവിടെ ഒരുപാട് ടൈഗേഴ്സിന് ഇങ്ങനെ പെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ടൈഗർ പാർക്ക് പോയി ടൈഗറിനെ കണ്ടു, ഫോട്ടോസൊക്കെ എടുത്തു ടൈഗറിൻ്റെ കൂടെ. എങ്ങനെ ഉണ്ടായിരുന്നു? Tiger was very nice. Actually, ഇവിടെ ഇപ്പം ഉച്ചയ്ക്ക് വന്നോണ്ട് മോസ്റ്റ് ഓഫ് ദ ടൈഗേഴ്സ് വെയർ ഇൻ സ്ലീപ്പിംഗ് മോഡ്. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയായിരുന്നു അല്ലേ. പക്ഷെ എന്നാലും somehow managed to take a photo with the tiger. ഫോട്ടോ ഞാൻ ഇവിടെ കൊടുക്കാം. It was fun. I know there are a lot of arguments and everything regarding this place, how tigers are kept. അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. ആനിമൽ വെൽഫെയർ ബോർഡിൻ്റെ ഇതൊക്കെ ഉണ്ട്. I don't know. Some people actually, honestly പറയുകയാണെങ്കിൽ, some people say that the tigers are drugged and they are intentionally made to fall asleep so that ഇതേപോലെ ടൂറിസ്റ്റിന് വന്ന് ഫോട്ടോ എടുക്കാനും കാര്യങ്ങളൊക്കെ. പക്ഷേ what they claim is from the start, അതായത് ഈ ടൈഗർ കുഞ്ഞിലേ ഉള്ളപ്പോൾ തന്നെ these guys are actually adopting them and raising them. അതുകൊണ്ട് from the very start those tigers are comfortable with human beings. അതുകൊണ്ടാണ് they see people as their friendly companions. That is what they claim, and they are not drugging or anything. Don't know what it is, but it was nice. It was fun. നൈറ്റ് ഞങ്ങളൊരു ക്യാബ്രേ ഷോയ്ക്ക് വന്നു. ക്യാബ്രേ ഷോയ്ക്ക് വീഡിയോ എടുക്കുന്നത് അലൗഡ് അല്ല. ഡു നോ വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് ദിസ് ക്യാബ്രേ ഷോ? ഈ കാണുന്ന പെർഫോമൻസസ് ആർ പെർഫോംഡ് നോട്ട് ബൈ വിമൻ. ദേ ആർ ഓൾ ലേഡി ബോയ്സ് ഓർ ട്രാൻസ്ജെൻഡേഴ്സ്. ഈ പെർഫോമൻസ് ഫുള്ള് അവരാണ് ചെയ്യുന്നത്. ഒരു 1 hour ലോങ് പെർഫോമൻസ് ആണ്. 8 to 9 ഷോ ആണ്. ഇങ്ങനത്തെ ഈ തിയേറ്ററിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. വീഡിയോ എടുക്കാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞുകൊണ്ട് വി റെസ്പെക്റ്റഡ് ദാറ്റ്. വി ഡിഡ് നോട്ട് ടേക്ക് എനി വീഡിയോസ്. ഇഫ് യു വോണ്ട് ടു എക്സ്പീരിയൻസ് യു ക്യാൻ കം ടു പട്ടായ. ദാറ്റ്സ് ഓൾ എ ഡേ ഇൻ പട്ടായ. More Thailand vlogs coming on my channel, so stay tuned. Bye bye.